പാടിപ്പതിഞ്ഞ പാട്ടും മനസ്സിൽ പതിഞ്ഞ പാഠവും ഏതാണ്ട് ഒരുപോലെയാണ്. രണ്ടും മനസ്സിൽ നിന്ന് അങ്ങനെ പോവുകയില്ല. എന്ന് മാത്രമല്ല, രണ്ടിൻ്റെയും യുക്തിയെപ്പറ്റി നമ്മൾ പലപ്പോഴും ആലോചിക്കാറുമില്ല. പഠിച്ച് പാടിയത് തെറ്റോ ശരിയോ എന്ന് പോലും നോക്കാറില്ല. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, വ്യാകരണം പഠിക്കുന്ന കാലത്ത് കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും ഒക്കെ വിശദീകരിക്കുമ്പോൾ രാമ കിൽഡ് എ സ്നേക്ക് എന്നൊരു വാക്യം ഓർമ്മയുണ്ടാകും. ഇത് പലരും പറഞ്ഞും പഠിച്ചും പഠിപ്പിച്ചും വന്ന് കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും പഠിപ്പിക്കുമ്പോൾ രാമനും പാമ്പും ഇല്ലാതെ രക്ഷയില്ല എന്നൊരു സ്ഥിതിയായി. സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾ കോഴി കൂവുന്നു എന്നതിന് കുക്കുടാഹ കൂജന്ത് എന്ന് ഒരു മുദ്രാവാക്യം പോലെ പറഞ്ഞു നടക്കും. അതുപോലെ ഹിന്ദി പഠിക്കുന്നവർ ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹെ എന്ന് എങ്ങനെയോ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. മുദ്രാവാക്യങ്ങൾ മനസ്സിൽ പതിയുന്നത് പോലെ ഇത്തരം വാക്യങ്ങളും മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കും. അതിന് പിന്നിലുള്ള യുക്തിയോ ശരിതെറ്റോ ഒന്നും നമ്മൾ തിരക്കാറേയില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു ശീർഷകം കണ്ടത്, രാഷ്ട്രഭാഷ പഠിക്കാനുള്ള അവസരമെന്ന രീതിയിൽ ഒരു ശീർഷകം. രാഷ്ട്രഭാഷ പഠിക്കാൻ ഹിന്ദി സീഖോ കോഴ്സ് എന്നാണ് ആ ശീർഷകം. ഏതാണ് ഈ രാഷ്ട്രഭാഷ എന്ന് പറയുന്നത്? നമുക്കങ്ങനെ ഒരു രാഷ്ട്രഭാഷ ഇല്ല. ഹിന്ദിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മറ്റു ഭാഷകളെപ്പോലെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജാണ്, അതായത് രാജ്ഭാഷയാണ്. അതിനെ രാഷ്ട്രഭാഷ എന്ന് നമ്മുടെ ഒരു ധാരണപ്പശക് മൂലം പറഞ്ഞ് നമ്മളങ്ങ് വിശ്വസിച്ചിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമോ തർക്കമോ തോന്നുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രാജ്ഭാഷാ വിഭാഗം നോക്കിയാൽ മതി, അതായത് ഹിന്ദി വിഭാഗം നോക്കിയാൽ മതി. അവിടെ കൊടുത്തിട്ടുള്ളത് രാജ്ഭാഷ എന്നാണ്, അല്ലാതെ രാഷ്ട്രഭാഷ എന്നല്ല. ഭരണഘടനയും ഒരു രാഷ്ട്രഭാഷയുടെ കാര്യം പറയുന്നേയില്ല. വസ്തുത ഇതായിരിക്കെ ഹിന്ദി എന്ന ഭാഷയെ രാഷ്ട്രഭാഷ എന്ന് ഒന്നുകൂടി പറഞ്ഞു ഫലിപ്പിക്കാൻ നോക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പത്രമാധ്യമങ്ങളിലെ ഭാഷയെ പണ്ടൊക്കെ അച്ചടി ഭാഷ എന്ന് പറയുമായിരുന്നു. അതായത് മാനകീകരിക്കപ്പെട്ട ഒരുതരം ഭാഷയാണ്. പ്രാദേശിക വ്യതിയാനങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു ഏകരൂപം കൊണ്ടുവന്നിട്ടുള്ള ഭാഷ. പത്രവാർത്തകൾ സാധാരണമായി ഇത്തരം ഭാഷയാണ് കാണുക, അല്ലാതെ പ്രാദേശിക രൂപത്തെ അധികം ഉപയോഗിക്കാറില്ല. എന്നാൽ ഈയിടെയായി പ്രാദേശിക പ്രയോഗങ്ങൾ കൂടുതലായി പത്ര എഴുത്തിൽ കടന്നു വരുന്നുണ്ട്. ഒരു മദ്യശാല ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെ എത്തിയ ആളുകളെ ഗ്ലാസ് കൊണ്ട് എറിഞ്ഞ് ഓടിക്കുന്ന ഒരു കാഴ്ച സാമൂഹ്യ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതിൻ്റെ വാർത്ത ഒരു പത്രത്തിൽ വന്നത് ഏതാണ്ട് ഇങ്ങനെയാണ്: മദ്യപിക്കാനെത്തിയ ആളെ ഗ്ലാസ്സിനെറിഞ്ഞ് എന്നാണ് കാണുന്നത്. അതായത് ഗ്ലാസ് കൊണ്ടെറിഞ്ഞു എന്ന് പറയുന്നതിന് പകരം ഗ്ലാസ്സിനെറിഞ്ഞു എന്ന് പറയാം. കോടാലിക്ക് വെട്ടി, വെട്ടുകത്തിക്ക് കൊത്തി എന്നൊക്കെ പറയുന്ന നാടൻ പ്രയോഗത്തിൻ്റെ മറ്റൊരു രൂപം. ഇതേ വാർത്ത മറ്റൊരു പത്രത്തിൽ വന്നപ്പോൾ അവിടെ ഗ്ലാസ് കൊണ്ടെറിഞ്ഞു എന്നാണ് കണ്ടത്. പക്ഷേ ശീർഷകത്തെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. കാരണം അവിടെ വിഷയം മദ്യമായതുകൊണ്ട് കുറച്ചൊന്ന് രസകരമാക്കണമെന്ന് ഒരു പഴയ കാഴ്ചപ്പാടുണ്ട്. സ്മോൾ തർക്കം ലാർജ് അടി എന്നാണ് അവിടുത്തെ ശീർഷകം. അതേ പത്രത്തിൽ ബ്രൂവറി വിഷയത്തെക്കുറിച്ച് ഒരു വാർത്ത വന്നു. ബ്രൂവറി എന്നാൽ മദ്യനിർമ്മാണശാലയാണ്. ബ്രൂവറിയിൽ നുരയുന്നത് എന്നാണ് അവിടുത്തെ ശീർഷകത്തിൽ കാണുന്നത്. സാധാരണമായി മദ്യമൊക്കെ നുരയുമെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. മദ്യനിർമ്മാണശാല അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള വിവാദത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. സാധാരണമായി വിവാദം പുകയുന്നു എന്നൊക്കെയാണ് എഴുതാറുള്ളത്, വിവാദം തിളയ്ക്കുന്നു എന്നൊക്കെ എഴുതാറുണ്ട്. ഇവിടെ വിവാദം നുരയുന്നു എന്ന മട്ടിലാണ് വന്നത്. ഈ നുരയുന്നു എന്ന പ്രയോഗം ഇത് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലുമുണ്ട്. ബ്രൂയിങ് എന്നാണ് പറയുന്നത്. അത് ബ്രൂവറി എന്നതുമായി ബന്ധപ്പെട്ടുള്ള ബ്രൂയിങ് എന്നുള്ള ഒരു വാക്ക്. A.G. ഗാർഡനറുടെ വളരെ പ്രശസ്തമായ ഓൾ അബൌട്ട് എ ഡോഗ് എന്ന ഒരു ലേഖനമുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഐ സോ ട്രബിൾ ബ്രൂയിങ്, അതായത് ഒരു സ്ഥലത്ത് പ്രശ്നം ഉടലെടുക്കുന്നത് എനിക്ക് കാണാനായി എന്നാണ് പറയുന്നത്. ഒരേ വാർത്ത പല പത്രങ്ങളിൽ പല രീതിയിൽ കാണാനാവുമെന്നതാണ് പത്രവായനയുടെ രസങ്ങളിലൊന്ന്. PSC അംഗങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ച ഒരു വാർത്ത കണ്ടിരുന്നു. ശമ്പളവും പെൻഷനും വാരിക്കോരി എന്നായിരുന്നു ഒരു പത്രത്തിൽ കണ്ടത്. മറ്റൊരിടത്ത് വർധന വെറും 1.6 ലക്ഷം എന്ന് കളിയാക്കുന്ന രൂപത്തിൽ. പല സ്ഥാപനങ്ങളെയും വെള്ളാന എന്ന് വിളിച്ച് ശീലമുള്ള ആളുകളാണ് മലയാളികൾ. അതുകൊണ്ടാവാം ഇന്നൊരു ആനക്കഥയുടെ കാര്യം കൂടി ഓർമ്മ വരുന്നത്. തൃശ്ശൂരിലെ ചാലക്കുടിയിൽ മയക്കുവടിയേറ്റ് പരിക്കേറ്റ ഒരു ആനയെ മറ്റൊരാന സഹായിക്കുന്ന വാർത്ത പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. പലയിടത്തും പല രീതിയിലായിരുന്നു അത് കണ്ടത്. എഴുത്തിൻ്റെ ഒരു ശൈലിയുടെ വ്യത്യാസമായിരുന്നു പ്രധാനമായും പറയാനുള്ളത്. ഈ ആനസ്നേഹത്തിൻ്റെ കഥയെ ഒരു പത്രം എഴുതിയിരുന്നത് മുറിവേറ്റ കൊമ്പന് കാടിൻ്റെ തുണ നാടിൻ്റെയും എന്ന്. സ്നേഹത്തിൻ്റെ ആനപ്പൊക്കം എന്നൊരു പത്രത്തിൽ കണ്ടിരുന്നു. മറ്റൊരു പത്രത്തിൽ വീഴല്ലേ പൊന്നെ എന്നുള്ള ഒരു ശീർഷകമാണ് കണ്ടത്. അവിടെ
കാട്ടുകൊമ്പൻ എന്ന് ഉപശീർഷകത്തിൽ എഴുതിയിട്ടുണ്ട്. വാർത്തയ്ക്കകത്ത് എഴുതുമ്പോൾ കാട്ടുകൊമ്പൻ എന്ന് ഇരട്ടിച്ചു പോകുന്നു. എന്നിട്ട് പറയുന്നുണ്ട് തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു എന്ന്. ആന തൻ്റെ തുമ്പിക്കൈ അല്ലാതെ വേറെ തുമ്പിക്കൈ കൊണ്ടുവരുമോ? അപ്പോൾ തൻ്റെ എന്നത് അവിടെ പറയേണ്ട കാര്യമേ ഇല്ല. മറ്റൊരു പത്രത്തിൽ ഇതുപോലെ തൻ്റെ എന്നില്ലാതെ തുമ്പിക്കൈ കൊണ്ട് എന്ന് മാത്രം കൃത്യമായി എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ എഴുത്തിൻ്റെ രീതി നമ്മൾ മറന്നു പോകുന്നുവെന്ന് ചില സമയത്ത് തോന്നാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരിടത്ത് ഒരു ശീർഷകം കണ്ടിരുന്നു, വരിക വാർത്തിങ്കളെ എന്ന്. വാർത്തിങ്കളെ എന്നായിരുന്നു അവിടെ എഴുതിയിരുന്നത്. സാധാരണമായി ഈ വാർത്തിങ്കൾ എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഒന്നുകിൽ എന്ന അക്ഷരം ഉപയോഗിക്കും, അല്ലെങ്കിൽ ആ ത എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു വരയിടും, ഒരു ചിഹ്നമിടും. ഇപ്പോൾ വാർക്കുക എന്നത് എഴുതുമ്പോൾ ഇരട്ടിച്ച കായുടെ മുകളിൽ ഒരു ചിഹ്നമിടും, വാർക്കുക എന്ന് വായിക്കാനായി. ഇവിടെ വാർത്തിങ്കളെ എന്ന് ഒരു തായുടെ മുകളിലാണ് ഒരു ചിഹ്നം ഇട്ടിരിക്കുന്നത്. സാധാരണമായി വ്യഞ്ജനം ഇരട്ടിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള ചിഹ്നം ഇടാറുള്ളൂ. അല്ലാതെയുള്ള അക്ഷരങ്ങൾക്ക് മേൽ ഇതുപോലുള്ള ചിഹ്നം ഉപയോഗിക്കാറില്ല. ഒരുപക്ഷെ മലയാളത്തിൽ എഴുതുന്ന രീതി നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടാവും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ കാണുന്നത്. അച്ചടി സാങ്കേതികവിദ്യ ലളിതവും ജനകീയവുമൊക്കെ ആയപ്പോൾ പ്രൂഫ് റീഡിംഗ് എന്നൊരു പരിപാടി പത്രങ്ങളിൽ ഇല്ലാതായി എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണല്ലോ പല അക്ഷരങ്ങളും ചേർന്നിടുന്നാലും ആരും അറിയാത്തത്. കഴിഞ്ഞ ദിവസം മുളവുകാട് സ്വദേശിയായ ഒരാൾ പോലീസിൽ പരാതി നൽകിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസംബറിലാണ് മുളവുകാട് സ്വദേശി പരാതി നൽകിയത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡിസംബറിലാണ് എന്നതിൻ്റെ അവസാന അക്ഷരവും മുളവുകാട് എന്നതിൻ്റെ ആദ്യ അക്ഷരവും തമ്മിൽ അങ്ങ് ചേർന്ന് പോയി. അതുകൊണ്ട് ഉണ്മ എന്നൊക്കെ എഴുതുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ് അവിടെ കണ്ടത്. വികലമായ ഭാഷാരീതി പല രീതിയിൽ പത്രങ്ങളിലേക്ക് വരാം. ചിലപ്പോൾ ആരെങ്കിലും എഴുതി കൊടുക്കുന്നതാവാം, ചിലപ്പോൾ പരസ്യം വഴിയും വരാം. സാധാരണമായി പരസ്യ വിഭാഗം നൽകുന്ന കാര്യങ്ങൾ വലിയ തോതിലുള്ള തിരുത്തൊന്നും ഇല്ലാതെയായിരിക്കും പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ടാവാം കഴിഞ്ഞ ദിവസം ഒരു ചരമവാർഷിക പരസ്യത്തിൽ ഇങ്ങനെ കണ്ടത്, തീരാദുഃഖത്തിൻ്റെ 10ാം ചരമവാർഷികം. സത്യത്തിൽ തീരാദുഃഖത്തിൻ്റെ 10ാം വാർഷികം എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ തീരാദുഃഖത്തിൻ്റെ 10 വർഷം എന്ന് പറഞ്ഞാൽ മതി. തീരാദുഃഖത്തിൻ്റെ 10ാം ചരമവാർഷികം എന്ന് പറയുമ്പോൾ ഈ തീരാദുഃഖത്തിൻ്റെ ചരമം ആണോ എന്നുകൂടെ തോന്നിപ്പോകും. ഇത് പറയാൻ കാരണം പല ചരമ പരസ്യങ്ങളിലും ഇത് വരുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുമുള്ള വിവർത്തനം പലപ്പോഴും ചിരിക്ക് വക നൽകാറുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ അനുമതി കൊടുക്കുന്ന കാര്യം വാർത്തയായി വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ മുൻ വൈസ് ചെയർമാൻ ശ്രീ TP ശ്രീനിവാസനെ പണ്ടൊരു വിദ്യാർത്ഥി നേതാവ് കയ്യേറ്റം ചെയ്ത വാർത്ത വീണ്ടും വന്നിരുന്നു. പലരും അത് ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. ഇതേ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നിൽ കണ്ടപ്പോൾ അതിൻ്റെ വിവർത്തനവും അതിൻ്റെ കൂടെ കണ്ടിരുന്നു. TP ശ്രീനിവാസനെ കയ്യേറ്റം ചെയ്തു എന്നാണ് മലയാളത്തിലുള്ള വാർത്ത. പക്ഷേ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നതാകട്ടെ SFI ആക്ടിവിസ്റ്റ് അറ്റാക്ഡ് ബൈ TP ശ്രീനിവാസൻ എന്ന്. അതായത് വാദി അവിടെ പ്രതിയായ അവസ്ഥ. വിവർത്തനത്തിലൂടെ അർത്ഥം മാറുമെന്ന് കേട്ടിട്ടുണ്ട്. വാദി പ്രതിയാകുന്നത് ആദ്യമായിട്ട് കാണുകയാണ്.